കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതിൽ 10ാം സ്ഥാനത്ത് നിലവിലുള്ളത് ഒരു കന്നഡ സിനിമയാണ്. സിനിമ KGF 2 ആണ്. KGF 2 ഏതാണ്ട് 68 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുണ്ട്. നമുക്കറിയാം ഈ സിനിമയായിരുന്നു ഒടിയൻ്റെ ആദ്യ ദിന റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ട് കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ റെക്കോർഡ് ഗ്രോസർ എന്നുള്ള റെക്കോർഡ് കുറേ കാലം ഹോൾഡ് ചെയ്തിരുന്നത്. പിന്നീട് ലിയോ അതിനെ മറികടക്കുകയുണ്ടായി. ലിയോയെ എമ്പുരാനും മറികടന്നു. അപ്പോൾ ശരിക്കും ഇതൊരു സ്റ്റാർ ഡ്രിവൺ സിനിമ ആയിരുന്നില്ല. കാരണം KGF 1 ഇറങ്ങി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം തരംഗം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് KGF 2 വരുന്നത്. അപ്പോൾ KGF 2 വലിയ പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. ആ പ്രതീക്ഷ അതേപോലെ നിറവേറ്റിയ സിനിമയായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് വലിയ കളക്ഷൻ നേടിയ സിനിമകളിൽ 10ാം സ്ഥാനത്ത് നിലവിൽ KGF 2 ആണ്. 9ാം സ്ഥാനത്തുള്ളത് ടൊവിനോ തോമസ് നായകനായ ARM ആണ്. ARM നമുക്കറിയാം ടൊവിനോ തോമസിൻ്റെ ഏറ്റവും ഹൈപ്പിൽ റിലീസായ സിനിമയായിരുന്നു. ആ സിനിമയിൽ ടൊവിനോ തോമസ് 3 കഥാപാത്രങ്ങളായി വരികയും ചെയ്തു. 3 കഥാപാത്രങ്ങൾ ഒരുപോലെ മികച്ചതായിരുന്നു. ഇപ്പോൾ ടൊവിനോ തോമസിൻ്റെ മറ്റ് സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ അത്രത്തോളം പെർഫോം ചെയ്തിരുന്നില്ല. പക്ഷേ ARMലേക്ക് വരുന്ന സമയത്ത് ARM എല്ലാ തരത്തിലും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി. അതോടൊപ്പം തന്നെ ടൊവിനോയുടെ ഗംഭീര പെർഫോമൻസും ഉണ്ടായിരുന്നു. ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 68.75 കോടി രൂപ സ്വന്തമാക്കിയിരുന്നു. ആഗോളതലത്തിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനും ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ടൊവിനോ തോമസിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കൊരു തുടർഭാഗം ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതിൽ 9ാം സ്ഥാനത്താണ് ARM ഉള്ളത്. 8ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെയൊക്കെ ബേസ് ചെയ്ത് വന്നിരുന്ന പടമായിരുന്നു. ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ പടമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് കളക്ഷൻ വേറെ ആരും തകർത്തിട്ടില്ല. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലൊക്കെ ഇത് ട്രെൻഡായി മാറുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഏതാണ്ട് 60 കോടിക്ക് മുകളിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ഷൻ എടുത്തു. ആഗോള തലത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി മഞ്ഞുമൽ ബോയ്സ് മാറിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 240 കോടിയോളം ആഗോളതലത്തിൽ നേടി. പക്ഷേ പിന്നീട് എമ്പുരാൻ അത് മറികടക്കുകയുണ്ടായി. മഞ്ഞുമൽ ബോയ്സ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതിൽ 8ാം സ്ഥാനത്താണ്. ഏതാണ്ട് 72 കോടിയോളം രൂപയാണ് കളക്ഷൻ നേടിയത്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് മറ്റ് ഭാഗങ്ങൾക്ക് കളക്ഷൻ എടുത്തതോളം തന്നെ കേരളത്തിലും കളക്ഷൻ എടുക്കുകയുണ്ടായിരുന്നു. കേരളത്തിലൊരു ചെറിയ റിലീസായി വന്ന സിനിമ വലിയ രീതിയിൽ കളക്ഷൻ നേടിയാണ് ബോക്സ് ഓഫീസ് റൺ അവസാനിപ്പിച്ചത്. 7ാം സ്ഥാനത്തുള്ളത് ബാഹുബലി 2 ആണ്. ബാഹുബലി 2 നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയാണ്. വലിയ നീഷലെടുത്തു, വലിയ കളക്ഷൻ നേടി. SS രാജമൗലി എന്ന ബ്രാൻഡ് ഡയറക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്ത സിനിമ കൂടെയാണ് ബാഹുബലി 2. ഇപ്പോൾ കേരളത്തിലും വലിയ ഹൈപ്പിൽ റിലീസായി വലിയ കളക്ഷനാണ് നേടിയത്. അന്ന് പുലിമുരുകനെ മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേരള ബോക്സ് ഓഫീസിൽ 2ാം സ്ഥാനത്ത് ബാഹുബലി 2 എത്തിയിരുന്നു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇൻഡസ്ട്രി ഹിറ്റ് ആയെങ്കിലും കേരളത്തിൽ പുലിമുരുകന് മുന്നിൽ ബാഹുബലി 2 വീണു പോവുകയായിരുന്നു. പക്ഷേ ബാഹുബലി 2 ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ കൂട്ടത്തിലുണ്ട്. 7ാം സ്ഥാനത്താണ് ബാഹുബലി 2 ഉള്ളത്. ബാഹുബലി 2 ഏതാണ്ട് 72 കോടിക്ക് മുകളിൽ 72.2 കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അന്ന് നേടിയിരുന്നു. അത് ആലോചിക്കുന്ന സമയത്ത് വലിയ കളക്ഷനാണ്. കാരണം അക്കാലത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിക്ക് മുകളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. 6ാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലിൻ്റെ ആവേശമാണ്. യുവാക്കളെ ഒന്നാകെ തിയേറ്ററിൽ എത്തിച്ച മോളിവുഡിൻ്റെ വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ആവേശം. ആവേശം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ട്രെൻഡ് സെറ്റർ ആയിരുന്നു. പ്രത്യേകിച്ചും ഇതിലെ പാട്ടുകൾ, ഫഹദ് ഫാസിലിൻ്റെ രംഗ എന്ന കഥാപാത്രം ഒക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ശരിക്കും പറഞ്ഞ് ഇതിന് 76 കോടി 10 ലക്ഷമാണ് നിലവിലെ കളക്ഷൻ. ഇത് 6ാം സ്ഥാനത്താണ്. പക്ഷേ OTT റിലീസ് കുറച്ചുകൂടിയൊക്കെ വൈകിയിരുന്നെങ്കിൽ ഏതാണ്ട് 80 കോടിക്കും 90 കോടിക്കൊക്കെ അടുത്തേക്കൊക്കെ ഈ ഒരു കളക്ഷൻ പോയേനെ. ഇപ്പോൾ നിലവിൽ 6ാം സ്ഥാനത്തുള്ള ആവേശമാണ്. ആവേശം 2 ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പായിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 150 കോടിക്ക് മുകളിൽ ആവേശം അന്ന് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 76 കോടിക്ക് ഒരു ഫഹദ് ഫാസിലിൻ്റെ സിനിമ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പിന്നീട് ഫഹദ് ഫാസിലിൻ്റെ വേറെ സിനിമകളൊന്നും ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടില്ല. 5ാം സ്ഥാനത്തുള്ളത് ആടുജീവിതമാണ്. പൃഥ്വിരാജിൻ്റെ എന്നല്ല, മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ആടുജീവിതത്തിലേത്. പൃഥ്വിരാജിന് സംസ്ഥാന അവാർഡൊക്കെ നേടി. നാഷണൽ അവാർഡിൽ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ പോലും പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഒരു പൊൻതൂവലായിരുന്നു ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം. ആടുജീവിതം ആഗോള മാർക്കറ്റിൽ വലിയ കളക്ഷൻ നേടി. GCCയിലൊക്കെ ചില ബാനറൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചില കളക്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 79.28 കോടി രൂപ ആടുജീവിതം സ്വന്തമാക്കി. പൃഥ്വിരാജിൻ്റെ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ഇത് ബുക്കായിട്ടൊക്കെ ആളുകൾക്ക് വളരെ പരിചിതമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ബ്ലസ്സിയുടെ ഈ ഒരു സിനിമയെ വളരെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ബോക്സ് ഓഫീസിൽ ഗംഭീരമായിട്ട് ഇത് സിനിമ പെർഫോം ചെയ്യുകയും
പൃഥ്വിരാജിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ സിനിമയായി മാറുകയും ചെയ്തു. ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടിക്ക് മുകളിലേക്ക് ആടുജീവിതം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 4-ാം സ്ഥാനത്ത് വരുന്നത് സാക്ഷാൽ പുലിമുരുകനാണ്. 2016 മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ 100 കോടി സ്വന്തമാക്കി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി സ്വന്തമാക്കി. ഓവർസീസിലും റെക്കോർഡ് കളക്ഷൻ. ഇന്ത്യക്ക് അകത്താണെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ തന്നെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. തെലുങ്കിലൊക്കെ മന്യംപുലിയായിട്ടൊക്കെ റെക്കോർഡ് കളക്ഷൻ നേടിയ മലയാള സിനിമയായി മാറി. പുലിമുരുകൻ മലയാള സിനിമയുടെ അഭിമാനം ഉയർത്തിയ, വാണിജ്യ സമവാക്യങ്ങളെല്ലാം തിരുത്തി എഴുതിയ സിനിമയായിരുന്നു. പുലിമുരുകൻ ഇപ്പോഴും ആദ്യത്തെ 5 സിനിമകളിൽ കേരള ബോക്സ് ഓഫീസിലുണ്ട്. വലിയൊരു കാര്യമാണ്. കാരണം ഏതാണ്ട് 9 വർഷത്തോളമായി പുലിമുരുകൻ ഇറങ്ങിയിട്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സിനിമാ തിയേറ്ററിൽ എത്തി ഈ സിനിമ ആഘോഷിക്കുകയുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്റർ സിനിമ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിയേറ്ററിലെത്തിയ സിനിമ എന്നൊക്കെയുള്ള റെക്കോർഡ് ആ സമയത്ത് പുലിമുരുകൻ ഉണ്ടായിരുന്നു. പുലിമുരുകൻ 85 കോടി 10 ലക്ഷം രൂപയാണ് നേടിയത്. 3-ാം സ്ഥാനത്തുള്ളത് എമ്പുരാനാണ്. 2025 ഈ സിനിമ റിലീസായത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ റിലീസായ സിനിമയായിരുന്നു. ആദ്യ ദിന കളക്ഷൻ മുതൽ ഏതാണ്ട് എല്ലാ റെക്കോർഡുകളും എമ്പുരാൻ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ ആ സമയത്ത് 2-ാം സ്ഥാനത്തേക്കായിരുന്നു എത്തിയത്. എമ്പുരാൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 86 കോടി 25 ലക്ഷം രൂപയാണ്. 2018 കുറച്ച് താഴെയായിട്ടായിരുന്നു എമ്പുരാൻ്റെ കളക്ഷൻ പോയി നിന്നത്. അപ്പോൾ എമ്പുരാൻ പുലിമുരുകനെയൊക്കെ ബ്രേക്ക് ചെയ്ത് 3-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം എമ്പുരാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഓവർസീസ് മാർക്കറ്റിലും ആദ്യ ദിന റെക്കോർഡുകളും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ വലിയ കളക്ഷൻ നേടിയ വലിയ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു. പക്ഷേ സിനിമയുടെ പ്രത്യേകത, ഈ സിനിമ ഒരു എന്താ പറയുക, മുഴുവനായി പോസിറ്റീവ് റിപ്പോർട്ട് വന്നൊരു സിനിമയായിരുന്നില്ല. എന്നിട്ട് പോലും മോഹൻലാലിൻ്റെ ഉൾപ്പെടെയുള്ള സ്റ്റാർഡം കൊണ്ട് ഈ സിനിമ വലിയ കളക്ഷൻ നേടുകയായിരുന്നു. 2-ാം സ്ഥാനത്ത് 2018 നമ്മുടെ പ്രളയത്തെയൊക്കെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളൊരു സിനിമയാണ്. അത്ഭുതകരമായ ബോക്സ് ഓഫീസ് കളക്ഷൻ. ആരും പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. ഇതിൽ ഒരു സിംഗിൾ സ്റ്റാർ ആയിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. കഥയ്ക്ക് പ്രാധാന്യമുള്ള, പ്രമേയത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു. ജൂഡ് ആൻ്റണി ജോസഫ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. വളരെ വൈകാരികമായിട്ട് മലയാളിയെ സ്പർശിച്ചുകൊണ്ടായിരുന്നു ഈ സിനിമ പോയത്. ഈ സിനിമ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ആ കാലത്ത് മാറിയിട്ടുണ്ടായിരുന്നു. പുലിമുരുകനെ ബ്രേക്ക് ചെയ്തു, അത് കേരളത്തിലും ബ്രേക്ക് ചെയ്തു. അങ്ങനെ സർവ്വകാല റെക്കോർഡ് തീർത്ത സിനിമയായിരുന്നു. കാവ്യ ഫിലിംസ് ആയിരുന്നു ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 89 കോടിക്ക് മുകളിൽ ഈ സിനിമ ആ കാലത്ത് കളക്ട് ചെയ്തു. സോ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു 2018. കൂട്ടത്തിലെ കൊമ്പൻ, മലയാള സിനിമയുടെ സർവ്വകാല റെക്കോർഡ് തീർത്ത സിനിമ മോഹൻലാലിൻ്റെ തന്നെയാണ്. തുടരും, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി നേടുന്ന സിനിമ. ആഗോളതലത്തിൽ 100 കോടി നേടിയ സിനിമ മോഹൻലാലിൻ്റെതായിരുന്നു പുലിമുരുകൻ. ഓവർസീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ, അല്ലെങ്കിൽ ആദ്യമായി 100 കോടി നേടിയ സിനിമ മോഹൻലാലിൻ്റെതായിരുന്നു എമ്പുരാൻ. അപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായിട്ട് ഏത് സിനിമ 100 കോടി നേടും എന്നൊക്കെയുള്ളതൊരു ചിന്തയായിരുന്നു. പക്ഷേ അത് മോഹൻലാൽ തന്നെ സ്വന്തമാക്കി. തുടരും 2025 ഒട്ടും ഹൈപ്പില്ലാതെ റിലീസ് ചെയ്ത ഒരു ഫാമിലി പടമായിരുന്നു. പക്ഷേ ആ സിനിമയ്ക്കകത്ത് തരുൺ മൂർത്തി ഒളിപ്പിച്ച് വെച്ച മോഹൻലാൽ മാജിക്കുകൾ എന്താ പറയുക, പ്രേക്ഷകരെ ഒന്നാകെ തിയേറ്ററിൽ എത്തിച്ചു. നിലവിലെ റെക്കോർഡ് ഹിറ്റായിരുന്ന 2018 ഏതാണ്ട് 30 കോടിക്കോളം പിന്നിലാക്കി തുടരും മലയാള സിനിമയുടെ എന്താ പറയുക കിരീടം സ്വന്തമാക്കുകയായിരുന്നു. 2018 സിനിമ നേടിയതിലും കൂടുതൽ ഇത്രയും മാർജിനിലാണ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പറക്കുന്നത്. വലിയ അഭിമാനമാണ്. ഏതാണ്ട് 118 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ